സുഖം സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. സുഖത്തിന് വേണ്ടി തേടി നടന്ന് ആയുസ് മുഴുവനും വെറുതെ തീർന്നു പോകുന്നു അല്ലേ. അപ്പം സുഖം എന്താണ്? നമുക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ സുഖം എന്താണ് എന്നറിയണ്ടേ? ഒരു ചെറിയ കഥയിലൂടെ സുഖം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിലെ സാംസ്കാരിക പരിപാടിക്ക് പോകുന്ന ദിവാകരൻ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യും. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുക. സാധാരണ പോലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, AC കമ്പാർട്ട്മെൻറ്റിലാണ് ബുക്ക് ചെയ്തതെന്ന്. അദ്ദേഹം റിസർവേഷൻ ചെയ്ത് AC കമ്പാർട്ട്മെൻറ്റിൽ കയറി. അദ്ദേഹം ആകെ അസ്വസ്ഥനായിരുന്നു. ഒന്നാമതായി തണുപ്പ് അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പറ്റില്ല. രണ്ടാമതായി അദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, AC കമ്പാർട്ട്മെൻറ്റിലെല്ലാം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരായിരിക്കും. അവരാവട്ടെ പരസ്പരം സംസാരിക്കൂല, നോക്കൂല, മിണ്ടൂല. അവരെന്തോ അങ്ങനെ ഒരു മേഴ്സിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പം മൊത്തത്തിൽ ഇദ്ദേഹത്തിന് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നതാണ് ഇഷ്ടം. കാരണം എന്താ? ഇഷ്ടം പോലെ സംസാരിക്കാൻ ആൾക്കാർ, ജാടയില്ലാത്ത ആൾക്കാർ. ഇതിപ്പോൾ ആകെ ജാട ആയി മസിൽ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് വല്ലാണ്ട് അസ്വസ്ഥത ഉണ്ടാക്കി. രണ്ടും കൽപ്പിച്ച് റിസർവേഷൻ ചെയ്ത കമ്പാർട്ട്മെൻറ്റല്ലേ എന്ന് കരുതി AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയത് തൊട്ട് അദ്ദേഹത്തിന് തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ വന്നു, വയറ്റിൽ പ്രശ്നം വന്നു. അതുപോലെ തന്നെ മൊത്തം പ്രശ്നം തന്നെയാണ്. മുന്നിലിരിക്കുന്ന ഒരു ജാടക്കാർ അദ്ദേഹത്തെ തുറിച്ചു നോക്കുന്നു. ഇദ്ദേഹം അദ്ദേഹത്തെ തുറിച്ചു നോക്കി, ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. മൊത്തത്തിൽ ട്രെയിനിൽ നിന്ന് കിട്ടിയ ഒരു കമ്പിളി എടുത്ത് പുതച്ച് എങ്ങനെയല്ലോ കൂടി കിടന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ആകെ തന്നെ പ്രശ്നം തന്നെ. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ എത്ര സന്തോഷകരമായിട്ടായിരിക്കാം യാത്ര ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ച് ഇദ്ദേഹത്തിന് എങ്ങനെയല്ലോ ഡൽഹിയിലെത്തി. ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. സമാധാനമായിട്ട് യാത്ര ചെയ്യാതെ അസ്വസ്ഥനായി ഇദ്ദേഹം ഞെരുവിരി കൊണ്ട് ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് അവിടെ ഇറങ്ങി വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഓടി വന്ന് പറഞ്ഞു, താങ്കൾ